ഹായ് ഡിയേഴ്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ ഗ്രോത്ത് ടിപ്പുമായിട്ടാണ്. ഹെയർ ഗ്രോത്തിന് മാത്രമല്ല, താരൻ മാറാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എല്ലാവരുടെയും കിച്ചണിൽ കാണുന്ന ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കുന്നതെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. 4 ടേബിൾ സ്പൂൺ ചെറുപയറും 2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഞാൻ കഞ്ഞിവെള്ളത്തിൽ തലേ ദിവസമേ കുതിർക്കാൻ വെച്ചിരുന്നു. കണ്ടില്ലേ, ചെറുപയറും ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഏത് കഞ്ഞിവെള്ളം എടുക്കണ്ടേന്ന്. നമ്മൾ കഞ്ഞിയൊക്കെ ഊറ്റിയിടില്ലേ, അതായത് കഞ്ഞി വാർത്തിടുക എന്നൊക്കെ പറയും, ആ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പം നമ്മുടെ ഹെയർ പാക്ക് നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനു മുമ്പ് ഞാൻ 10 പേരയിലയും കൂടെ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിച്ച് കീറി നമ്മൾ അരയ്ക്കാൻ വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഹെയർ പാക്ക് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വലിയ ജാറാണ്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളവും ചെറുപയറും ഉലുവയൊക്കെ ഈ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. അപ്പം ഞാൻ കുറച്ച് സമയമെടുത്ത് നല്ല പേസ്റ്റായിട്ട് നമ്മുടെ ഹെയർ പാക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല പേസ്റ്റായിട്ട് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഹെയർ പാക്ക് ഞാനൊരു തോർത്ത് ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാനാണെങ്കിലും എളുപ്പമായിരിക്കും, നമുക്ക് വാഷ് ചെയ്ത് കളയാനായിട്ടാണെങ്കിലും എളുപ്പമായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങളൊരു തോർത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് നിങ്ങൾ അരിച്ചെടുക്കുന്നെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ. പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് പിഴിഞ്ഞെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റുമേ. അരിച്ചെടുക്കാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അരിച്ചെടുക്കാതെയാണ് നിങ്ങളിത് തലയിൽ തേച്ച് കൊടുക്കുന്നെങ്കിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കണമെന്ന് പറഞ്ഞത്. അരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് സമയമെടുത്ത് സാവകാശം നിങ്ങൾ പിഴിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയമെടുത്ത് നിങ്ങൾ പിഴിഞ്ഞെടുക്കണം. എനിക്ക് ശ്വാസം മുട്ടലും പനിയും ജലദോഷത്തിൻ്റെ ഒക്കെ അസ്വസ്ഥത ഉള്ളത് കാരണം ഞാനല്ല തലയിൽ തേക്കുന്നത്, മോളുടെ തലയിലാണ് തേച്ച് കൊടുക്കുന്നത്. ഞാനിത് മോക്കും അമ്മയ്ക്കും വേണ്ടിയാട്ടോ, 2 പേർക്കും കൂടെ വേണ്ടിയാണ് ഈ ഹെയർ പാക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ മോളുടെ മുടിയിലാണ് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. മോളുടെ മുടിക്ക് നല്ലൊരു ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു റെഡ് സിറത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാമേ, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പല്ലിനകലമുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ച് മോളുടെ മുടി നല്ല വൃത്തിക്ക് ചീകി ജടയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് മോളുടെ മുടിയിൽ ഞാൻ ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാനും മോളും ഒക്കെ കാച്ചെണ്ണയാണ് തലയിൽ തേക്കുന്നത്. ഇപ്പം ഞാൻ 4 ഡ്രോപ്പ് ഓയിലാണ് കേട്ടോ തലയിൽ തേക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കയ്യിലിട്ടിട്ട് ഉരച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് മോളുടെ മുടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ എന്നും കുഞ്ഞുങ്ങളുടെ മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ 1 ദിവസമാണ് നല്ല രീതിയിൽ എണ്ണ തേച്ച് കൊടുക്കാറ്. അതായത് ഞാൻ ഷാമ്പു ഇടുന്ന ദിവസമാണ് മോളുടെ മുടിയിൽ നല്ല രീതിയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നത്. മോളുടെ മുടിയുടെ അറ്റം വെട്ടാറായിട്ടുണ്ട്. മോളുടെ മുടി നല്ല നീള മുടിയാട്ടോ. ഞാൻ രാത്രിയും പകലും ഒക്കെ 2 ഭാഗത്തേക്ക് പിന്നി ഇടാറാണ് പതിവ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. താരൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ താരൻ മാറ്റിയെടുക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഹെയർ ഫോൾ ഉള്ളവർക്കാണെങ്കിലും മുടിക്ക് ഉള്ളില്ലാത്തവർക്കാണെങ്കിലും മുടിക്ക് ലെങ്ത്ത് കുറവുള്ളവർക്കാണെങ്കിലും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് മുടിയിൽ എല്ലായിടത്തും ആകുന്ന രീതിയിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട്. തലയോട്ടിയിലൊക്കെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ആരെങ്കിലും ഒരാൾ മുടിയിൽ തേച്ച് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ചെല്ലുകയും ചെയ്യും. നമ്മുടെ ഹെയർ പാക്ക് നല്ല രീതിയിൽ നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാനും പറ്റും. കഞ്ഞിവെള്ളവും ചെറുപയറും ഉലുവയും പേരയിലും ഒക്കെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഇൻഗ്രീഡിയൻറ്റുകൾ തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ മാറ്റിയെടുക്കുന്നതിനും തലയിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറ്റിയെടുക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ ഇവയെല്ലാം.
കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഹെയർ ഫോൾ ഒന്നും കാണാറില്ല. എന്നാലും ഞാൻ ഹെയർ പാക്കുകളും താളികളും ഒക്കെ ഞാൻ കുഞ്ഞുങ്ങളുടെ മുടിയിൽ തേച്ച് കൊടുക്കാറുണ്ട്. ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷം മുടിയിൽ പൊടി പോലെ കാണുകയാണെങ്കിൽ ഒരു പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ചൊന്ന് കോമ്പ് ചെയ്ത് കൊടുത്താൽ മതിയേ. അതിനുശേഷം കുറച്ച് ഓയിൽ എടുത്തൊന്ന് മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഡ്രൈനെസ്സും മാറിക്കിട്ടും, ആ പൊടി പോലെയുള്ളതും മാറിക്കിട്ടും. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ചേറെ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷം പൊടി പോലെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അത് താരനല്ല കേട്ടോ. നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു യൂസ് ചെയ്തും ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയേ, നമ്മൾ ഹെയർ പാക്കുകൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് രാസ്നാദിപ്പൊടി എടുത്തതിന് ശേഷം ഉച്ചിയിലൊന്ന് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഹെയർ പാക്കുകൾ കുഞ്ഞുങ്ങളുടെ മുടിയിൽ തേച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ മോളുടെ മുടിയിൽ നല്ല വൃത്തിക്ക് ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞുങ്ങളുടെ മുടി ചുരുണ്ട മുടിയാണെങ്കിൽ ഇതുപോലെ പല്ലകലമുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ച് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടി ചീകി കൊടുക്കുകയാണെങ്കിൽ അന്ന് തന്നെ ഒന്നും മുടി നിവരില്ല. കാലക്രമേണ ചുരുളിച്ച് മാറി മുടി നീണ്ട മുടിയായി മാറുന്നതായിരിക്കും. എൻ്റെ നടുക്കത്തെ മോളുടെ മുടി ചുരുണ്ട മുടിയായിരുന്നു കേട്ടോ. മോളുടെ മുടി ഞാൻ നിങ്ങളെ അടുത്തൊരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ മോളുടെ മുടി നല്ല നീള മുടിയായിട്ടുണ്ട്. മുടി ചീകി കൊടുക്കുന്ന സമയത്ത് ആദ്യം സാവകാശം ചീകി കൊടുത്ത് മുടിയിലെ ജട കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ നല്ല രീതിയിൽ ചീകി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള മുടിയാകട്ടോ. മോളുടെ മുടി ഞാൻ രാത്രി പിന്നിട്ടത് കൊണ്ടാണ് ചുരുണ്ട് കിടക്കുന്നത്. അതുമല്ല ഞാൻ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാതെയാണ് മോളുടെ മുടി ഹെയർ വാഷ് ചെയ്തെടുത്തത് കേട്ടോ. വലിയവരാണ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും അപ്ലൈ ചെയ്യുക. കുഞ്ഞുങ്ങളുടെ മുടിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കൂട്ടുകാർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയല്ലോ അല്ലേ? കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യുകയും വേണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. താങ്ക്